ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ +2-ന് നമ്മളിപ്പോൾ +1 റിവിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൊല്ലത്തെ നീറ്റ് 2025-നും കുറച്ചധികം കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സാമ്പിൾസ് എങ്ങനെ നമുക്ക് സിംപ്ലിഫൈഡ് ആയിട്ട് പഠിക്കാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ മക്കളെ, നമ്മൾ ആലോചിക്കുക, നമ്മൾ ആനിമൽ കിങ്ഡം ചാപ്റ്റർ പഠിക്കുമ്പോൾ എല്ലാ ഫൈലത്തിൻ്റെയും എക്സാമ്പിൾസ് പഠിക്കണം. അവിടെ എക്സാമ്പിൾസ് പഠിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ജനറൽ നെയിമും അതിൻ്റെ സയൻറ്റിഫിക് നെയിമും ഈക്വലി പഠിക്കണം ആൻഡ് വിച്ച് ബിലോങ് ടു വിച്ച് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി അറിഞ്ഞിരിക്കണം. ബിക്കോസ് വി ഗെറ്റ് മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ എക്സാമ്പിൾസ്. അപ്പോൾ എക്സാമ്പിൾസ് നിന്നായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ജനറൽ ഫീച്ചേഴ്സും കോമൺ ഫീച്ചേഴ്സും വെച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ എങ്ങനെ 2 ഇമ്പോർട്ടൻറ്റ് ഫൈലത്തിൻ്റെ എക്സാമ്പിൾസ് മെമ്മറൈസ് ചെയ്യാം, അതും പിക്ടോറിയൽ കോഡിൻ്റെ ഹെൽപ്പോട് കൂടി എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ഫൈലം, നിഡേറിയൻസ്. ഫൈലം നിഡേറിയയിൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ. യു ഹാവ് ഒറീലിയ, ജെല്ലിഫിഷ്, you have obelia, you have hydras, then you have miantrina. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ജനറൽ സയൻറ്റിഫിക് നെയിം ചിലപ്പോഴെങ്കിലും കുട്ടികളെ കൺഫ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇതാണ് നമ്മുടെ പിക്ടോറിയൽ കോഡ് ഫോർ സ്റ്റഡിയിങ് അവർ നിഡേറിയ ഫാമിലി. അപ്പോൾ നോക്കാം. ആദ്യം നിഡേറിയൻസിനെ ഓർക്കുമ്പോൾ ഈ ഡയഗ്രം ഒന്ന് ഓർക്കുക. ഒരു കുട്ടി ക്ലാസ്സിൽ ഇരുന്ന് എന്തൊക്കെയോ സ്വപ്നം കണ്ടിരിക്കുകയാണ്. നേരെ ഒരു ടീച്ചർ അതേ ക്ലാസ്സിലിരുന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് റൂം. ഈ ക്ലാസ് റൂമിൽ ശ്രദ്ധിച്ചാൽ ആദ്യം നമ്മൾ കാണാം ഒരു ടീച്ചറിനെയാണ്. അപ്പോൾ നമുക്ക് ടീച്ചറിലേക്ക് ശ്രദ്ധിക്കാം. ടീച്ചർ ഫിസിക്സ് പഠിപ്പിക്കുന്നതാണ്, ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു ബോട്ട് വരച്ചിട്ടുണ്ട്. ആക്ച്വലി പോർച്ചുഗീസ് യുദ്ധക്കപ്പലാണ് ഇവിടെ ടീച്ചർ വരച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഫ്രം ദ ഫിസിക്സ് ഫൈസാലിയ, ദാറ്റ് ഇസ് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. അപ്പോൾ ഫൈസാലിയ എന്ന് പറയുന്ന നിഡേറിയൻ്റെ കോമൺ നെയിമാണ് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. ഇവിടെ പോർച്ചുഗീസ് യുദ്ധക്കപ്പൽ വരച്ചിട്ടുണ്ട്. ഫിസിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ടീച്ചറിൻ്റെ മുകളിലൊരു ഫാന് കാണാം നിങ്ങൾക്ക്. ഈ ഫാനാണ് സി ഫാൻ, ഗോഗോ ഫാൻ എന്ന് ആലോചിക്കുക, ഗോർഗോണിയ സി ഫാൻ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഈ ക്ലാസ്സിലൊരു കുട്ടി അവിടെ നിന്ന് സ്വപ്നം കണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആലോചിക്കാം, ഇതൊരു ക്രിസ്മസ് സമയമാണ്. അവന് ക്രിസ്മസ് ക്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അവൻ എന്തോ ഒരു ജെല്ലിയൊക്കെ ഇങ്ങനെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് സീ ഫർ വെച്ചാണ് നമ്മൾ ക്രിസ്മസ് ക്യാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്, വിച്ച് ഇസ് ഒബീലിയ. ഇതിൻ്റെ ടിപ്പിലുള്ള ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒബീലിയ വിച്ച് ഇസ് സീ ഫർ. ഇവൻ എന്തോ ആലോചിച്ചിരിക്കുകയാണ് അല്ലെ. ഇവൻ എന്തോ ആലോചിക്കുന്ന ബ്രെയിൻ വെച്ചിട്ടാണ്. ബ്രെയിൻ കോറൽ, ഒരു മീനിങ് ഇല്ലാത്ത എന്താണോ ആലോചിക്കുന്നത്, മിയാൻട്രീന ബ്രെയിൻ കോറൽ. ഇനി ഈ മോന്റെ പേരെന്താ? ആദം, അല്ലെങ്കിൽ വീട്ടിൽ അനിമോൻ എന്ന് വിളിക്കും. ദാറ്റ് ഈസ് അഡാംസിയ ഓർ സീ അനിമോൻ. ഇനി ഇങ്ങനെ സ്വപ്നം കണ്ട് പെൻ വെച്ചിട്ട് എന്തോ ഒരു പടം വരയ്ക്കുകയാണ്. പെന്നാണ്, സി പെൻ, പെന്നാറ്റുല. വരയ്ക്കുന്ന പടം ഒരു ജെല്ലിയുടെയാണ്, ഒറീലിയ വിച്ച് ഇസ് ജെല്ലിഫിഷ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നിഡേറിയൻസിലുള്ള ഡിഫറെൻറ്റ് എക്സാമ്പിൾസ്. ഒന്ന് പെട്ടെന്ന് ഓർത്ത് നോക്കാം. ഫിസിക്സ് ടീച്ചർ ഫൈസാലിയ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. ഗോഗോ ഫാൻ, ഗോർഗോണിയ സീ ഫാൻ. പയ്യനിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആദ്യം അവൻ്റെ ക്രിസ്മസ് ക്യാപ്പ് ഒബീലിയ സീഫർ. അവൻ എന്തോ ആലോചിച്ചിരിക്കുന്നു, ബ്രെയിൻ കോറൽ മിയാൻട്രീന. കുട്ടിയുടെ പേര് അനിമോൻ അല്ലെങ്കിൽ ആദം, ദാറ്റ് ഈസ് അഡാംസിയ ഓർ സീ അനിമോൻ. ആൻഡ് ഹീസ് drawing something with the help of a pen, penatula, sea pen. And finally അവൻ വരച്ചതൊരു ജെല്ലിയാണ്, സീ ജെല്ലി ഓർ ജെല്ലി ഫിഷ് വിച്ച് ഇസ് ഒറീലിയ. അപ്പോൾ ഇനി നമുക്കതേ ഈ ടോപ്പിക്കിൽ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ പോസ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി നമ്മൾ പോകുന്നത് നെക്സ്റ്റ് പിക്ടോറിയൽ കോഡാണ് ഫോർ സ്റ്റഡിയിങ് എക്കിനോഡേംസ്. ഫൈലം എക്കിനോഡേംസ് നമുക്കറിയാം, സ്പൈനി സ്കിൻഡായിട്ടുള്ള എക്കിനോഡേം ഫൈലത്തിലും കുറച്ചധികം എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ. കുറേ സ്റ്റാറുകളുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ആൻറ്റി, ഇതാണ് നമ്മുടെ ആൻറ്റിഡൺ അല്ലെങ്കിൽ സീ ലില്ലി. തലയിൽ ഒരു പൂവൊക്കെ വെച്ച ആൻറ്റിയാണ് ഇതിൽ സീ ലില്ലി അല്ലെങ്കിൽ ആൻറ്റിഡൺ. ആൻറ്റിയുടെ വീട്ടിൽ എന്തുണ്ട്? ഒരു ബ്രിട്ടിൽ സ്റ്റാർ ഉണ്ട്, ഒരു പൊട്ടിപ്പൊളിഞ്ഞ സ്റ്റാർ ഉണ്ട്. അതിൽ ഊട്ട വീണിട്ടുണ്ട് എന്ന് ആലോചിക്കുക. ഊട്ട വീഴ മീൻസ് ഒഫ്യൂറ ബ്രിട്ടിൽ സ്റ്റാർ. ഈ സ്റ്റാർ മാറ്റി ആൻറ്റിക്ക് ഒരു പുതിയ സ്റ്റാർ വാങ്ങണം. ദാറ്റ് ഈസ് ആസ്ട്രിയാസ് അല്ലെങ്കിൽ സ്റ്റാർ ഫിഷ്. ഓക്കെ, സോ ബ്രിട്ടിൽ സ്റ്റാർ, ഒഫ്യൂറ ഊട്ട വീണ സ്റ്റാർ ആണ്, ആസ്ട്രിയാസ് അല്ലെങ്കിൽ സ്റ്റാർ ഫിഷ് വാങ്ങും. ആകെ ആൻറ്റിക്ക് എന്തേ കൊടുക്കാനുള്ളൂ വാങ്ങാൻ വേണ്ടി? പൈസയൊന്നുമില്ല. 1 യൂണിറ്റ് സീ കുക്കുംബർ.
എന്താ കൊടുക്കാനുള്ളത്? ഒരു കുക്കുംബർ ആണ് കൊടുക്കാനുള്ളത്. ഏക് യൂണിറ്റ്, ഒരു യൂണിറ്റ് കുക്കുംബർ. ഏക് എന്ന് പറഞ്ഞാൽ എക്കിനസ്, യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സീ ആർച്ചിൻ. അപ്പൊ എക്കിനസ് എന്ന് പറഞ്ഞാൽ സീ ആർച്ചിൻ ആണ്, ആൻഡ് സീ കുക്കുംബർ ആണ് കുക്കുമേറിയ. അപ്പൊ ആ പേര് മറക്കില്ല, സീ കുക്കുംബർ കുക്കുമേറിയ. അപ്പൊ ഫൈലം എക്കിനോഡെർമേറ്റയുടെ കഥയാണ് നമ്മൾ പറഞ്ഞത്. ആന്റിയുടെ വീട്ടില് എന്ത് മാറ്റണം? സ്റ്റാർ മാറ്റണം. അപ്പൊ നമുക്ക് ആലോചിക്കാം, ആന്റിഡൺ അല്ലെങ്കിൽ സീ ലില്ലി. ആന്റിയുടെ വീട്ടിൽ എങ്ങനെയുള്ള സ്റ്റാർ ആണ്? ബ്രിട്ടിൽ സ്റ്റാർ അല്ലെങ്കിൽ ഒഫ്യൂറ. അത് മാറ്റി അസ്ട്രിയസ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർ ഫിഷ്, അതിനെ ആണ് വാങ്ങിച്ചു വെക്കാനുള്ളത്. അതിന് എന്താ കൊടുക്കാനുള്ളത്? ഏക് യൂണിറ്റ് എക്കിനസ് അല്ലെങ്കിൽ സീ ഏർച്ചിൻ, എന്താ ഉള്ളത്? സീ കുക്കുംബർ അല്ലെങ്കിൽ കുക്കുമേറിയ. അപ്പോൾ ഇത്രയും പറയുമ്പോൾ നമ്മുടെ എക്കിനോഡെർമേറ്റയുടെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ പോസ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ആൻസർ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകതയുണ്ട്. 1 എക്സാമ്പിൾ ദാറ്റ് യു ഡോണ്ട് സ്റ്റഡി ഫ്രം യുവർ NCERT, പക്ഷെ ബാക്കി 3 എക്സാമ്പിളും പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മാത്സ് ദ ഫോളോയിങ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സോ മോസ്റ്റ് ഓഫ് ദ ടൈംസ് വെൻ യു ആർ ഗെറ്റിംഗ് സം options out of syllabus in your NEET exam, even with the options that you know, actually you can solve the question. അങ്ങനെയാണ് നമുക്ക് ഇതുവരെയും വന്നിട്ടുള്ളത്. അപ്പോൾ ദാ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും വർക്ക് ചെയ്ത് ഇതിൻ്റെ ആൻസറും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. സോ ക്വസ്റ്റ്യൻ 1, ക്വസ്റ്റ്യൻ 2 ആരും മറക്കരുത്. ഇനിയും ആനിമൽ കിങ്ഡത്തിലെ മറ്റുള്ള ഫൈലംസിൻ്റെയും ഈസി ആയി പഠിക്കാനുള്ള എക്സാമ്പിൾ കോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.